ഇന്ന് നമ്മൾ പോകുന്നത് സൂറച്ചിൽ നിന്ന് ഏകദേശം 47 കിലോമീറ്റർ അകലെയുള്ള റെയിൻ വെള്ളച്ചാട്ടമാണ്. ഇത് മറക്കാനാവാത്തതും അവിസ്മരണീയവുമായ ഒരു സന്ദർശനമായിരിക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് റൈൻ വെള്ളച്ചാട്ടം. സ്വിറ്റ്സർലാൻഡിൻ്റെ വടക്ക് ഭാഗത്തുള്ള ന്യൂ ഹൗസൻ പട്ടണത്തിനടുത്തുള്ള റൈൻ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണിത്. വർഷം മുഴുവനും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഇത് ആകർഷിക്കുന്നു. കാർ പാർക്ക് ചെയ്ത ശേഷം 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷോസ് ലൗഫെൻ കാസലിൻ്റെ പ്രവാസന കവാടത്തിലൂടെ ഞങ്ങൾ നടന്നു. റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ തെക്കൻ കരയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. റൈൻ വെള്ളച്ചാട്ടത്തിലെ മറ്റൊരു കോട്ട ഷ്ലോസി വോർത്ത് ആണ്. ഇത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 2 കോട്ടകളും ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളായി പ്രവർത്തിക്കുന്നു. 2 റെസ്റ്റോറൻറ്റുകളിലെയും ടെറസുകൾ നിന്ന് നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മികച്ച കാഴ്ച കാണാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് ഉള്ള ചരിത്രപരമായ വിവരങ്ങൾ നൽകുന്ന ഹിസ്റ്റോറമ ലോസ് ലൗഫെനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയിൽ നിന്ന് താഴേക്ക് പോകാൻ ഞങ്ങൾ ഒരു ലിഫ്റ്റ് എടുത്തു. തുടർന്ന് ബെൽവെഡെയർ പാതയിലൂടെ നടന്ന് കാൻസലി പ്ലാറ്റ്ഫോമിൽ എത്തി വെള്ളച്ചാട്ടം കണ്ടു. പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും മനോഹരമായ കാഴ്ചകളെയും ആസ്വദിക്കുന്നവർക്ക് റെയിൻ വെള്ളച്ചാട്ടം ഒരു മികച്ച സ്ഥലമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന നിലയിൽ റെയിൻ വെള്ളച്ചാട്ടം ശക്തവും ആകർഷകവുമായ ഒരു കാഴ്ച നൽകുന്നു. അതിൻ്റെ വീതിയും പാറകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവും ഒരു മനോഹരമായ കാഴ്ച സൃഷ്ടിക്കുന്നു. റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ മധ്യത്തിൽ ബിഗ് മിഡിൽ റോക്ക് എന്നറിയപ്പെടുന്ന ഒരു വലിയ പാറയുണ്ട്. ഈ പാറ വെള്ളച്ചാട്ടത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കുകയും അതിനൊരു അതുല്യമായ രൂപം നൽകുകയും ചെയ്യുന്നു. റൈൻ വെള്ളച്ചാട്ടത്തിന് 150 മീറ്റർ വീതിയും ഏകദേശം 23 മീറ്റർ ഉയരവും ഉണ്ട്. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. വേനൽക്കാലത്ത് ശരാശരി ജലപ്രവാഹ നിരക്ക് സെക്കൻഡിൽ ഏകദേശം 6 ലക്ഷം ലിറ്റർ വെള്ളമാണ്. വടക്കൻ കരയിൽ നിന്ന് നിങ്ങൾക്ക് റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാം. കരയിലേക്കുള്ള പ്രവേശനം ഇവിടെ സൗജന്യമാണ്. ബോട്ട് യാത്രകൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കൂടാതെ സ്മൈൽ സ്റ്റോൺസ്, അഡ്വഞ്ചർ പാർക്ക് തുടങ്ങിയ മറ്റ് ആകർഷണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രകൃതിയുടെ അത്ഭുതങ്ങളെയും മനോഹരമായ കാഴ്ചകളെയും ആസ്വദിക്കുന്നവർക്കും റൈൻ വെള്ളച്ചാട്ടം ഒരു മികച്ച സ്ഥലമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന നിലയിൽ റൈൻ വെള്ളച്ചാട്ടം ശക്തവും ആകർഷകവുമായ ഒരു കാഴ്ച നൽകുന്നു. അതിൻ്റെ വീതിയും പാറകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവും ഒരു മനോഹരമായ കാഴ്ച സൃഷ്ടിക്കുന്നു. I am standing in front of, behind me is the rainfalls. This is a waterfalls which is about 1.5 million years ago, and there are so many tourists here, and we have come to watch this. റൈൻ വെള്ളച്ചാട്ടത്തിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. കൂടാതെ നിരവധി ഇതിഹാസങ്ങളിൽ അനശ്വരവുമാണ്. 16-ാം നൂറ്റാണ്ടിൽ സന്യാസി ഫെലിക്സ് മാൻസ് ഇവിടെ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ പറക്കാൻ ശ്രമിച്ചതായി ഏറ്റവും പ്രശസ്തമായ ഒരു കഥയുണ്ട്. ഈ പ്രക്രിയയിൽ അദ്ദേഹം ദാരുണമായി മുങ്ങി മരിച്ചു. റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുപാടുകളിൽ കാൽനട യാത്രയ്ക്കും നടത്തത്തിനും അതിനു പുറമെ പ്രകൃതിയെ ആസ്വദിക്കാനും ഉള്ള നിരവധി അവസരങ്ങൾ ഉണ്ട്.
റെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ പര്യടനം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ഷ്ലോസ് ലൗഫൻ കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു ഭക്ഷണശാലയിലേക്ക് പോയി. ഹൈസ് മറോണി എന്ന ഈ ഭക്ഷണശാല രുചികരമായി വറുത്ത ചെസ്നട്ട് വിൽക്കുന്ന സ്ഥലമാണ്. മിസ്റ്റർ അൻവറിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഇത്. ഈ ഭക്ഷണശാലയുടെ അടുത്ത് ഒരു ചെറിയ ഇവാഞ്ചലിക്കൽ പള്ളി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പള്ളി മണികൾ മുഴങ്ങുന്നതും ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അൻവറിൻ്റെ ഭക്ഷണശാലയ്ക്ക് അടുത്തായി ഒരു ക്രേപ്പ് സ്റ്റോറുമുണ്ട്. വളരെ നേർത്ത ഒരുതരം പാൻ കേക്കാണ് ക്രേപ്സ്. ഇത് പലപ്പോഴും പലതരം മധുരമോ രുചികരമായ ഫില്ലിങ്ങുകൾ കൊണ്ട് വിളമ്പുന്നു. സ്ട്രോബെറി, ചോക്ലേറ്റ്സ് മുതലായ ഫ്ലേവേഴ്സാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ്. മറക്കാനാവാത്തതും അതിശയകരവുമായ ഒരു സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാൻ സൂറിച്ചിലേക്ക് മടങ്ങി. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ നന്ദി.